IPL-ൽ നാളെ ആദ്യ മത്സരം നടക്കാൻ പോവുകയാണ്. ആദ്യ മത്സരത്തിലാവട്ടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. കഴിഞ്ഞ വർഷത്തെ IPL-ലെ ചാമ്പ്യന്മാരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അജിങ്ക്യ രഹാനെ കൊൽക്കത്തയെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്നാൽ രജത് പണ്ഡിതാർ ആയിരിക്കും RCBയുടെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള മത്സരം നമുക്ക് നാളെ ആരാധകർക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. കൊൽക്കത്തയിൽ മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ നടക്കുന്ന മത്സരം ആര് വിജയിക്കും, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തൂ. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസനെ പരിക്കിനെ തുടർന്ന് ആദ്യത്തെ 3 മത്സരങ്ങൾ അദ്ദേഹത്തിന് കീപ്പിംഗ് നടത്താനും ഫീൽഡിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പൊ അദ്ദേഹം അല്ല രാജസ്ഥാന്റെ 3 മത്സരങ്ങളിൽ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിട്ടുള്ള രാജസ്ഥാൻ മാനേജ്മെന്റ് ഏൽപ്പിച്ചിട്ടുള്ള കാര്യം പരാഗിലാണ്. എന്നാൽ ഇതിനെതിരെ ചില ആരാധകർ രംഗത്തെത്തുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ ട്വിറ്ററിലാണ് ഈ പ്രതിഷേധവുമായിട്ട് ചില ആരാധകർ എത്തുന്നത്. പരാഗിനെ ക്യാപ്റ്റൻ ആക്കിയതിൽ ഒട്ടും ശരിയായില്ല, ജയ്സ്വാളിനെ ക്യാപ്റ്റൻ ആക്കാമായിരുന്നു എന്നൊക്കെ ചില ആരാധകർ രംഗത്തെത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം മൈക്കൽ വോണും ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. പരാഗിനാക്കുന്ന നേരം കൊണ്ട് ജയ്സ്വാളിനെ ആയിരുന്നു ക്യാപ്റ്റൻ ആക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു പരാഗിനാക്കാൻ കാരണം പരാഗ് മോർ എക്സ്പീരിയൻസ് ആണ്, ക്യാപ്റ്റൻസിയിൽ ഇതിനു മുമ്പ് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ആവട്ടെ ആസാമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. സഞ്ജു സാംസൺ ആദ്യത്തെ 3 മത്സരം ക്യാപ്റ്റനായിട്ട് ടീമിൽ ഉണ്ടാവില്ല, ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിക്കുക എന്നുള്ള കാര്യം നേരത്തെ തന്നെ സഞ്ജു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പരാഗിനെ ക്യാപ്റ്റൻ ആക്കിയതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.